എൻ്റെ പേര് ഷാദിയ സുൽത്താന. ഞാൻ ഇത്തവണ നടന്ന കേരള PSC ഡയറ്റീഷ്യൻ ഗ്രേഡ് 2 പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ 3 മന്ത് ഞാൻ FSOക്ക് വേണ്ടിയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തു. മാക്സിമം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ട്രൈ ചെയ്തു. ബട്ട് എനിക്ക് എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹിച്ച അത്രത്തോളം എനിക്ക് സ്കോർ ചെയ്യാനും പറ്റിയില്ല. അത് കാരണം എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. ആ ഒരു ടൈമിൽ ഇനി ജസ്റ്റ് എൻ്റെ മുന്നിൽ 1 മന്ത് കൂടെ ഉള്ളൂ ഡയറ്റീഷ്യൻ ഗ്രേഡ് 2ൻ്റെ എക്സാമിനുള്ളത്. മാത്രമല്ല സുവോളജി അങ്ങനെയുള്ള സബ്ജക്ട്സ് എനിക്ക് ഫസ്റ്റ് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. കാരണം ഞാൻ +2 കഴിഞ്ഞ് എൻട്രൻസ് എക്സാം റിപ്പീറ്റ് ചെയ്ത് ആ ഒരു ടൈമിലേ ഞാൻ സുവോളജി പഠിച്ചിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡിഗ്രി ലെവലിലോട്ട് വന്നപ്പോൾ സുവോളജി അവിടെ വിട്ടതാണ്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് നോക്കിയിട്ടില്ല. സോ എനിക്ക് ഡിഗ്രി കഴിഞ്ഞ് PG അതൊക്കെ അത്രയും ടൈം ഗ്യാപ്പ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ സുവോളജി എനിക്ക് ആദ്യം തൊട്ട് റിവൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ജസ്റ്റ് 1 മന്ത് കൊണ്ട് എനിക്കത് പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആ ടൈമിലാണ് ഞാൻ യൂട്യൂബിൽ പോപ്പൻ സ്കൂളിൻ്റെ ക്ലാസ്സുകൾ കാണുന്നത്. ഫ്രീ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ക്ലാസ്സുകൾ ജസ്റ്റ് ഞാൻ കയറി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. എനിക്ക് കുഴപ്പമില്ല, നല്ല ക്ലാസ്സുകളാണെന്ന് തോന്നി. ഞാൻ സെബാസ്റ്റ്യൻ സാറിനെ വിളിക്കുകയും ഞാൻ എങ്ങനെ ക്ലാസ്സിന് ജോയിൻ ചെയ്യണമെന്ന് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ സാറ് ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും സാർ നോട്ട്സും കാര്യങ്ങളൊക്കെ അയച്ചു തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എക്സാംസ് ഉണ്ടായിരുന്നു. എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. അങ്ങനെ എനിക്ക് ആ ഒരു 1 മന്ത് വെച്ച് എനിക്കെല്ലാം എത്തിപ്പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മാക്സിമം. പിന്നെ ഞാൻ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് തീരെ ക്ലാസ് കാണാൻ ടൈം കിട്ടാതായി. ഞാൻ ലാസ്റ്റ് സാറിൻ്റെ നോട്ട്സ് മാത്രം വെച്ചിട്ട്, നോട്ട്സ് പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും ഹെൽപ്ഫുൾ ആയിരുന്നു നോട്ട്സ്. ആ നോട്ട്സ് മാത്രം വെച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയതും. ഇന്നിപ്പോൾ ഞാൻ ഒരുപാട് PSC എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കുറച്ചൊക്കെ പഠിക്കും, കുറച്ച് പഠിക്കാണ്ട് പോയിട്ട് എഴുതും, അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് ഇന്നേ വരെ ഒരു ഷോർട്ട് ലിസ്റ്റിലോ ഒരു റാങ്ക് ലിസ്റ്റിലോ ഒന്നും എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഡയറ്റീഷ്യൻ ഗ്രേഡ് 2 എന്നുള്ള എക്സാമിന് ഞാൻ ഈ 1 മന്ത് പ്രിപ്പറേഷൻ വെച്ച് ഞാൻ ഷോർട്ട് ലിസ്റ്റിൽ ഞാൻ ഇത്തവണ വന്നു. ഇനി അതിൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് സെബാസ്റ്റ്യൻ സാറിനോടും പോപ്പൻ സ്കൂളിനോടും. കാരണം ആ ഒരു 1 മന്ത് ഞാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് കരുതിയിരുന്നതായിരുന്നു. ആ ഒരു ടൈം കൊണ്ട് എനിക്ക് ഇത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റിയതും അത്രയും എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റിയതും ആ ക്ലാസ്സുകൾ കൊണ്ട് മാത്രമാണ്. എനിവേ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്.